നമസ്കാരം. നെടുമങ്ങാട് പനവൂരിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന കേസ് അതെല്ലാവരും അറിഞ്ഞാണല്ലോ. അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹം തോന്നിയുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചേർക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ഈ ഇന്ത്യ എങ്ങനെ, ഈ കേരളം ഇതെങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയില്ല. ഒരാഴ്ച മുമ്പ് തമിഴ്നാട്ടിലൊരു വാർത്ത നടന്നു. 10 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച് മൃഗീയമായി കൊന്നു. ഇപ്പോൾ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നീതി വ്യവസ്ഥ മാറണം, അല്ല മാറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ തനിയാവർത്തി തെറ്റുകൾ ഒരുപാട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എത്ര നടന്നാലും പഠിക്കില്ലല്ലോ. അവളുടെ കഴപ്പ് കൊണ്ടാണ് അവൻ പിന്നെ 2ാമത് കല്യാണം കഴിച്ചുകൊണ്ടുവന്നവന്. എന്ത് കണ്ടിട്ട്? ആദ്യത്തെ ഭർത്താവ് മരിച്ചു. അതെങ്ങനെ മരിച്ചു? എങ്ങനെ മരിച്ചു? ഓരോരുത്തരും മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമായിരുന്നു. ആദ്യത്തെ ഭർത്താവ് എങ്ങനെ മരിച്ചു? ആ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തടാ മയില്? ആ പിഞ്ചു കുഞ്ഞ് അവനോട് എന്ത് തെറ്റ് ചെയ്തു? ഇത് രാവിലെ അവനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നു. ആ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന സമയത്ത് അവനെ നാട്ടുകാരെല്ലാം കൂടി അങ്ങ് പഞ്ഞിക്കിട്ടു. ആ വീഡിയോ എല്ലാവരും കണ്ടതാ, ഞാനടക്കം. എന്താണ് പറ്റിയത് ഈ മനുഷ്യന്മാർക്ക് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്താണ് പറ്റിയത്? സത്യം പറഞ്ഞ മനുഷ്യന്മാർക്ക് എന്താ പറ്റിയത്? എവിടെയാണ് ഈ പോകുന്നത്? പേടിയില്ല, അതാണ് കാരണം. പേടിയില്ല. നിയമത്തിന് ഈ ഇപ്പോഴുള്ള ഈ നിയമത്തിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്താലും ജാമ്യം കിട്ടും, നമുക്ക് എങ്ങനെയും പുറത്തിറങ്ങി നടക്കാം. പക്ഷെ അതല്ല രീതി, അത് മാറിയിരിക്കണം. ഇവിടുത്തെ ശിക്ഷാ നിയമം പ്രകാരം ഉള്ള എന്താ പറയുക, ശിക്ഷാരീതികൾ, ഇവിടുത്തെ ഇന്ത്യൻ ശിക്ഷാരീതികൾ മാറണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ശിക്ഷ ജയിലിലടക്കലും തുറങ്ങിയിലടക്കലും മാത്രമല്ല, അതിനേക്കാൾ മേളിൽ എത്രയോ ഉണ്ട്, അതുക്കും മേലെ എത്രയോ ഉണ്ട്. പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാൻ? സാധിക്കില്ല. അപ്പോൾ വരുമല്ലോ ഒരുപാട് മനുഷ്യാവകാശ കമ്മീഷൻ എന്നും പറഞ്ഞുകൊണ്ട്. എന്ത് കമ്മീഷൻ? അപ്പോൾ കുഞ്ഞ് മരിച്ച സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു? പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചെടുക്കണം. ഇപ്പോൾ ഇതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം തോന്നിയോടെ ഞാൻ ഈ വീഡിയോ എടുത്തു. ഞാനൊരുത്തൻ ഈ വീഡിയോ ഇട്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഈ നിയമമൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ പോകുന്ന പോക്ക് എനിക്ക് വളരെ പേടിയുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചേർക്കുന്നത്. ഇവിടുത്തെ ശിക്ഷാ നിയമം മാറണം, ഇവിടുത്തെ ശിക്ഷാ രീതികൾ മാറണം, കഠിനമായിരിക്കണം. അങ്ങനെയൊക്കെ മാറണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ.